നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കൃണാൽ പാണ്ഡ്യ, ഹാർദിക് പാണ്ഡ്യയുടെ സഹോദരൻ ആണ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ട് കൃണാൽ പാണ്ഡ്യയെ ഇന്ത്യക്കാർക്കെല്ലാം അറിയാം. പാണ്ഡ്യ സഹോദരന്മാർ എന്ന നിലയിൽ കൃണാൽ പാണ്ഡ്യയും ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ അധികം പ്രശസ്തരാണ്, പോപ്പുലറാണ്. പക്ഷേ ഇന്നലെ കൃണാൽ പാണ്ഡ്യ ബാംഗ്ലൂരിന് വേണ്ടി ഒരു ഗംഭീര ഇന്നിങ്സ് കളിച്ചു. ബാറ്റർ എന്ന നിലയിൽ, പൊതുവെ അദ്ദേഹം ബൗളർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഒരു ബൗളിംഗ് ഓൾറൗണ്ടറാണ് അദ്ദേഹം. ബൗളിങ്ങിന് പ്രാധാന്യമുള്ള, എന്നാൽ അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ അറിയുന്നൊരു ബാറ്റർ കൂടിയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരു ടോപ്പ് ക്ലാസ് ബാറ്ററെ പോലെ കളിച്ച് 46 പന്തിൽ 73 റൺ അടിച്ച് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ വിജയത്തിലേക്ക് നയിച്ചു. അത് ഒരു ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ. അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് കാഫ് ഇഞ്ചുറി വന്നിട്ട്, മസിലിന് ഇഞ്ചുറി വന്നിട്ട് കാലനക്കാൻ വയ്യാതെയാണ് അദ്ദേഹം 2-3 സിക്സറുകൾ പായിച്ചത്. 5 സിക്സറുകളും 4 ഫോറുകളും അടങ്ങുന്ന ആ ഇന്നിങ്സ് അതിഗംഭീരമായിരുന്നു. 46 പന്തിൽ 73 റൺ അടിച്ച് ആ ഇന്നിങ്സാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയം നേടാൻ പ്രാപ്തമാക്കിയത് എന്നതിൽ തർക്കമില്ല. ഒടുക്കം കൃണാൽ പാണ്ഡ്യ അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം, ഇതുവരെയും അദ്ദേഹം അർഹിച്ച അംഗീകാരം ലഭിക്കാത്ത ഒരു കളിക്കാരനായിരുന്നു അദ്ദേഹം. പ്രതിഭ വേണ്ടുവോളം ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്ത താരമായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഇന്നിങ്സോടെ അദ്ദേഹം രാജ്യം മുഴുവൻ ഒരു ബാറ്റർ എന്ന നിലയിൽ കൂടി, നേരത്തെയും പണ്ടും അദ്ദേഹം ബാറ്റർ എന്ന നിലയിൽ ചില മികച്ച കളികൾ കളിക്കുകയും ചില മിന്നൽ സ്പർശങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെ RCBക്ക് വേണ്ടി നേരത്തെ ബാറ്റിങ്ങിന് ഇറങ്ങി ആങ്കർ ചെയ്ത് കളിയിൽ നങ്കൂരമിട്ട് ആദ്യം പതുക്കെ കളിക്കേണ്ടടുത്ത് കളിച്ച് ജേക്കബ് ബദലിനൊപ്പം ഒരു 50 അർദ്ധ സെഞ്ചുറിയുടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി, പിന്നീട് കളിയുടെ വേഗത കൂട്ടി RCBക്ക് അനുകൂലമാക്കി മാറ്റിയ കൃണാൽ പാണ്ഡ്യ. ആ ഇന്നിങ്സ് അതിഗംഭീര ഇന്നിങ്സ് ആയിരുന്നു. പ്രത്യേകിച്ചും പരിക്ക് പറ്റിയതിന് ശേഷവും അദ്ദേഹം കളിച്ച കളി എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. കൃണാൽ പാണ്ഡ്യ അവസാനം ഈ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു ബാറ്റർ കൂടിയായി, ഒരു ഓൾറൗണ്ടറായി അറിയപ്പെടുന്നു എന്നതിൽ തീർച്ചയായിട്ടും സന്തോഷകരമാണ്. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിംഗ് ഇന്നിങ്സിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഈ ഇന്നിങ്സ് മാറട്ടെ. അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ബാറ്റർ എന്ന നിലയിൽ കൂടി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.